മിനിഞ്ഞാന്ന് കാലത്ത് കുന്നോളം അക്ഷരാർത്ഥത്തിൽ ചെത്തിയുറയ്ക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. അതിലെ പള്ളികൾക്കും അതുപോലെ ഒരുപാട് വീടുകൾക്കും അപകടം പറ്റി വളരെ ദാരുണമായ ഒരു ദുരന്തമാണ് കുന്നോളത്ത് സംഭവിച്ചത്. ആ സംഭവിച്ച് അതിൻ്റെ ചൂടാറുന്നതിന് മുമ്പ് നഗരസഭയുടെ കൗൺസിൽ ഹാളിൻ്റെ ഉദ്ഘാടനം കീഴിൽ അത് അത്യാർഭാടപൂർവ്വം നടത്തുകയും ചെയ്തു. അത് സാധാരണ ആളുകളുടെ വികാരം അല്ലെങ്കിൽ നാടിന് സംഭവിച്ച ദുരന്തത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ ഉദ്ഘാടനം നടത്തുക എന്നുള്ള ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് ആ ഒരു പരിപാടി സംഘടിപ്പിച്ചത് തീർത്തും തെറ്റായി. അതുപോലെ തന്നെ ഇന്നത്തെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം വിഭാഗത്തിൻ്റെ പെരുന്നാളാണ്. ഈ പെരുന്നാളിൻ്റെ അന്ന് നമുക്ക് പള്ളിയിൽ പോകേണ്ട സമയങ്ങളുണ്ട്. ആ കാലത്ത് പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഒരു 10 മണി സമയം. ഒരു പള്ളിയിൽ നമസ്കാരത്തിന് പോകേണ്ട ഒരുപാട് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റില്ല. അവരുടെ മതപരമായ ചടങ്ങുകൾ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ 12 മണിയാവും. അപ്പോൾ അതിനൊന്നും വക വയ്ക്കാതെ ഉദ്ഘാടനം മാത്രം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്ന രീതിയിൽ ആ നടത്തിയ പരിപാടി തീർത്തും അപലപനീയമാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സാധാരണ ഈ യോഗങ്ങളൊക്കെ അങ്ങനെ ഉദ്ഘാടനം നടത്തുമ്പോൾ തന്നെ ഒരു പേരിൻ്റെ ഒരു നാളെ മുറിച്ച് ഒരു ചടങ്ങ് ചുരുക്കി ആ ദുരന്തത്തിൽ നമ്മൾ പങ്കുചേരുന്ന ഒരു നടപടി സാധാരണ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത് അതല്ല ചെയ്തത്. അതിനേക്കാൾ ഉപരി അവർക്ക് ഈ ഉദ്ഘാടനം ചെയ്യുന്നതിനാണ് പ്രധാനം എന്ന് കാണിക്കുന്ന രീതിയിലാണ് അവർ ആ പരിപാടി സംഘടിപ്പിച്ചത്. നമ്മൾ പലവട്ടം അവരോട് പറഞ്ഞു ഇതൊരു ചടങ്ങ് മാത്രമായിട്ട് ഒതുക്കി തീർക്കാൻ. പക്ഷേ ചെയർമാനോ മറ്റ് ഭരണാധികാരികളോ അതിന് തയ്യാറായില്ല എന്ന് മാത്രമല്ല ഒരു അത്യാർഭാടപൂർവ്വം ആ പരിപാടി നടത്തി. അതുപോലെ തന്നെ ഈ പെരുന്നാളിൻ്റെ അന്നും ഈ പരിപാടി വെച്ചത്, ഈ ഉദ്ഘാടനം വെച്ചത് ഒരുപാട് മുസ്ലിം വിഭാഗങ്ങൾക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ആ വിഭാഗത്തിനോടും മറ്റേ ഈ ദുരന്തം അനുഭവിക്കുന്ന ഈ സാധാരണക്കാരായ നാട്ടുകാരോടും നഗരസഭ മാപ്പ് പറയണം, കിട്ടിയ തെറ്റ് നീക്കി പറയണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത്. കുന്നംകുളം നഗരസഭയുടെ പുതിയ കൗൺസിൽ ഹാൾ ഉദ്ഘാടനം കുന്നംകുളത്തെ ജനങ്ങളെ വളരെയധികം വേദനിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഇന്നലെ നടന്നത്. പ്രകൃതി ദുരന്തം മൂലം നിരവധി ജനങ്ങൾ കഷ്ടപ്പെടുന്ന സമയത്താണ് ഇത്തരത്തില് ഉദ്യോഗസ്ഥന്മാരും മന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിലൊരു ഉദ്ഘാടനം നടത്തിപ്പോയത്. കുന്നംകുളത്തെ ഏറ്റവും പ്രശസ്തവും പുരാതനവുമായിട്ടുള്ള ആർത്താറ്റ് പള്ളിയും അതുപോലെ തന്നെ പഴയ ആർത്താറ്റ് പഞ്ചായത്തിന്റെ മേഖലയിലുള്ള വീടുകളും കേടുപാടുകൾ സംഭവിക്കുകയും നിരവധി കർഷകർക്ക് അവരുടെ കൃഷിനാശം സംഭവിക്കുകയും ചെയ്ത ആ ഒരു പ്രകൃതി ക്ഷോഭത്തിനിടയിൽ ഇത്തരത്തിലുള്ള ഒരു ഉദ്ഘാടന കർമ്മം കുന്നംകുളം നഗരസഭയ്ക്കകത്ത് നടന്നത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് മുസ്ലിം സമൂഹം അവരുടെ 30 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം അവരുടെ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്ന ആ ഒരു വേളയില് അന്നേ ദിവസം എല്ലാവരും ഈദ്ഗാഹുകളും പള്ളിയിലുമായി ചെലവഴിക്കുന്ന ആ സമയത്താണ് കുന്നംകുളം നഗരസഭയിലെ ഇത്തരത്തിലൊരു കെട്ടുഘോഷിച്ചുകൊണ്ടുള്ള ഉദ്ഘാടനം നടന്നത്. അത് കുന്നംകുളത്തെ വളരെയധികം വേദനിപ്പിക്കുന്ന രീതിയിലായിരുന്നു എന്നുള്ളത് പറയാതിരിക്കാനാവില്ല. 25-ാം തീയതി ഞായറാഴ്ച കാലത്ത് 11:45 വന്ന കാറ്റ് കുന്നംകുളത്ത് ആർത്താറ്റ് പള്ളിയും അതിന് അടുത്തുള്ള ദേവാലയവും സ്കൂളിനും കേടുപാടുകൾ പറ്റുകയുണ്ടായി. ആർത്താറ്റ് പള്ളി എന്ന് പറഞ്ഞാൽ കുന്നംകുളത്തെ ക്രിസ്ത്യാനികളുടെ മാതൃദേവാലയമാണ്. ആ ദേവാലയത്തിന് പറ്റിയതിൽ കുന്നംകുളത്തെ ക്രൈസ്തവർക്ക് നാനാജാതി മതസ്ഥർക്കും ഒരുപോലെ വിഷമമുള്ള ഈ അവസരത്തിൽ കുന്നംകുളത്ത് കൗൺസിൽ ഹാൾ ഉദ്ഘാടനം ഒരു ചടങ്ങായി മാറ്റണമെന്ന് ഉത്തരവാദിത്തപ്പെട്ടവരോട് ഞങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ മുസ്ലിംസിനാണ് മുസ്ലിം സഹോദരങ്ങൾക്ക് അവരുടെ പെരുന്നാളും ഈ ദേവാലയത്തിൽ മാത്രമല്ല കുന്നംകുളം നഗരസഭയുടെ പല ഭാഗങ്ങളിലും പാവപ്പെട്ടവർ വീട് മൊത്തമായി പോവുകയും വീടിന് മുകളിൽ മരം വീഴുകയും എല്ലാം ഒരു പ്രകൃതി ദുരന്തമുണ്ടായി. ഇവിടെ ഒരു ഉദ്ഘാടനം മാമാങ്കം നടത്തിയത് അതിഗുരുതരമായ തെറ്റായിപ്പോയി. ഒരു ഉദ്ഘാടനം ഒരു നടപടിയായി നടത്തേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. കുന്നംകുളം നഗരസഭയിലെ എല്ലാ പ്രദേശങ്ങളിലും ജനങ്ങൾ പനി പിടിച്ച് ഡെങ്കിപ്പനി, H1N1, എലിപ്പനി, സാധാ പനിയെല്ലാം പിടിച്ച്
പകർച്ചവ്യാധികളുടെ ഒരു ഭീകരാവസ്ഥയിൽ നിൽക്കുന്ന ഈ അവസരത്തിൽ അതിനെപ്പറ്റി ആലോചിക്കാനോ അതിനെപ്പറ്റി ചർച്ച ചെയ്യാനോ യാതൊരു നടപടിയെടുക്കാതെയാണ് ഇന്നലെ ഇവിടെ ഉദ്ഘാടന മാമാങ്കം നടന്നത്. അതേമാതിരി ഇന്ന് കൗൺസിൽ നീട്ടിവെക്കേണ്ടതാണ്. സംസ്ഥാന ഗവൺമെൻറ് തന്നെ പറഞ്ഞിരിക്കുന്നു 27, 28, 29 എന്നീ ദിവസങ്ങളിൽ ശുചിത്വ ദിനമായി ആഘോഷിക്കണമെന്നാണ്. ഇന്ന് കൗൺസിൽ മാറ്റിവെക്കുന്ന സ്റ്റാറ്റ്യൂട്ടറി കൗൺസിൽ മാറ്റിവെക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. ഇതിന് മുമ്പ് പല പ്രാവശ്യം സ്റ്റാറ്റ്യൂട്ടറി കൗൺസിൽ മാറ്റിവെച്ചിട്ടുണ്ട്. ചെയർപേഴ്സണിനെ തിരുവനന്തപുരത്ത് മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞ് മാറ്റിവെച്ചിട്ടുണ്ട്. പല ആവശ്യങ്ങൾക്കും വേണ്ടി കൗൺസിൽ മാറ്റിവെച്ചിട്ടുണ്ട്. ഇന്ന് കൗൺസിൽ വെക്കേണ്ടതായിരുന്നു. ഇതൊന്നും ഭരണകർത്താക്കൾ ചെയ്യാതെ കൗൺസിലും ഉദ്ഘാടനവും മാത്രമായി നടത്തുകയാണ്. ഇന്നലെ നടന്ന കൗൺസിൽ ഹാളിൻ്റെ ഉദ്ഘാടനം ഒരു പൊതു അവധി ദിവസമായിട്ടും അന്നേ ദിവസം നടത്തിയത് ശരിക്കും നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിരുദ്ധമായിട്ടുള്ളൊരു നടപടിക്രമമാണ് നഗരസഭയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. പൊതു ഒഴിവ് ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള പൊതുപരിപാടികൾ അല്ലെങ്കിൽ ഗവൺമെൻറ് പരിപാടികളോ ആഘോഷ പരിപാടികളോ നടത്താൻ പാടില്ല എന്നുള്ള സർക്കാരിൻ്റെ നിർദ്ദേശം തന്നെ നിലവിലുള്ളപ്പോൾ അതിനെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇന്നലെ ഒരു കൗൺസിൽ ഹാൾ ഉദ്ഘാടനം നഗരസഭ നടത്തിയിട്ടുള്ളത്. അതെന്തായാലും നിലവിലുള്ള സർക്കാർ തീരുമാനത്തിന് വിരുദ്ധവുമാണ്. അത് മാത്രമല്ല, അതിൻ്റെ തലേ ദിവസം കുന്നംകുളത്തെ ക്രിസ്ത്യൻ സമുദായം വളരെ ആരാധനയോടെ പരിപാലിച്ചു കൊണ്ടിരുന്ന ആട്ടാറ്റ് പള്ളി തകർന്നടിഞ്ഞിട്ടും ആ ദുഃഖം കുന്നംകുളം ജനത ഒന്നടങ്കം മനസ്സിൽ ഒരു തേങ്ങലായി വെച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചത്. അത് കുന്നംകുളം നഗരസഭയുടെ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ലാത്തായിരുന്നു. ആ പരിപാടി ഒരാഴ്ചയ്ക്ക് നീട്ടി വെക്കേണ്ടതായിരുന്നു എന്നതാണ് പറയുന്നത്. തന്നെ മുസ്ലിം സമുദായത്തിൻ്റെയും മനോവേദന ഉണ്ടാക്കുന്ന ഒരു നടപടിക്രമം തന്നെയായിരുന്നു ഈ കൗൺസിൽ കാലത്തോടെ ഈ ഉദ്ഘാടനം. തികച്ചും നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള നടപടിയായിരുന്നു. അത് വേണമെങ്കിൽ 1-2 ദിവസം നീട്ടി വെച്ചാൽ തന്നെ, അല്ലെങ്കിൽ ഒരാഴ്ച നീട്ടി വെച്ചാൽ തന്നെ ഒന്നും സംഭവിക്കാൻ പോകില്ല. ഒരാഴ്ച ഒരു കൗൺസിൽ കാർഡ് അല്ലെങ്കിൽ ഒരു കൗൺസിൽ ഉദ്ഘാടനം ഒരാഴ്ച നീട്ടി വെച്ചുകൊണ്ട് കുന്നംകുളം നഗരസഭയ്ക്കോ അല്ലെങ്കിൽ മറ്റു ജനങ്ങൾക്കോ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്തൊരു കാര്യമായിരുന്നു. എന്നിട്ട് പോലും ചെയർമാൻ തയ്യാറായില്ല. അടിയന്തരമായി ഉദ്ഘാടനം നടത്തുകയാണ് ഉണ്ടായത്. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിഷേധമുണ്ട്?